നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ SS2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുന്നേ നമ്മൾ 9ാം ക്ലാസ്സിലെ SS2 എടുത്ത് ഫുൾ ആക്കിയിട്ടുണ്ട്. 8 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്ലേലിസ്റ്റും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. നമ്മൾ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെയാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായി തീരും. ഇനി വരുന്ന ഏതൊരു PSC എക്സാമുകൾക്കും SCRTയുടെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ എടുത്തു വെച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി കാറ്റ് എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. കാറ്റ്, വിവിധ തരം കാറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇളംകാറ്റ് മുതൽ കൊടുങ്കാറ്റ് വരെയുള്ള കാറ്റുകളുണ്ട് അല്ലേ? അപ്പോൾ കാറ്റിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. സ്ഥിരവാദങ്ങള്, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. കാറ്റുകളെ നമുക്ക് വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എന്തൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരമായിട്ടുള്ള വാദങ്ങളാണ് അല്ലെ? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ. നമുക്ക് സ്ഥിരവാദങ്ങൾ എന്തൊക്കെയാ നോക്കാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. ഇനി ഇതിന്റെ മറ്റു പേരുകളാണ് നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. നിരന്തരവാദങ്ങൾ എന്നും ആഗോളവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥിരവാദങ്ങളെയാണ്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. ആഗോള മർദ്ദ മേഖലകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ സ്ഥിരവാദങ്ങൾ വീശുന്നത്. ഈ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. ഇത് നന്നായിട്ട് പഠിക്കണേ. ഈ സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്ന കാറ്റുകൾ ഏതൊക്കെയാണ് നന്നായിട്ട് പഠിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് മാറിപ്പോവരുത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വർഷം മുഴുവൻ ഒരേ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ്. അതുപോലെ തന്നെ നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നൊക്കെയാണ് സ്ഥിരവാദങ്ങളുടെ മറ്റു പേരുകൾ. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഇവ വീശുന്നത്. വാണിജ്യവാദങ്ങളും പശ്ചിമവാദങ്ങളും ധ്രുവീയ പൂർവ്വവാദങ്ങളും സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. 0 ഡിഗ്രി ഭൂമധ്യരേഖയാണ്. അതിന്റെ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അതുപോലെ തന്നെ 60 ഡിഗ്രി വടക്കും തെക്കും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്കുള്ള വായുവിന്റെ സഞ്ചാരമാണ് കാറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇവിടെയും ആലോചിച്ച് വെക്കണം. ഭൂമധ്യരേഖയിൽ നമ്മൾ പറഞ്ഞു എന്താണ്, താപം കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, മർദ്ദം കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പൊ ആ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എന്താണ്, താപം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മർദ്ദം കുറവായിരിക്കും. അപ്പോൾ മർദ്ദവും താപവും വിപരീത അനുപാതത്തിലാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പൊ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. എവിടെ നിന്നാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ അതെന്താണ്? വാണിജ്യവാദങ്ങൾ. തെക്കുകിഴക്കൻ വാണിജ്യവാദമുണ്ട്. വടക്കു നിന്ന് വീശുന്നതാണെങ്കിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് നൽകുന്നതെന്ന് പറഞ്ഞു. വടക്ക് കിഴക്കുന്നാണെങ്കിൽ വീശുന്നതെങ്കിൽ എന്താണ്, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ നിന്നാണെങ്കിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. ഇനി അടുത്തത് നോക്കുമ്പോൾ പശ്ചിമവാദങ്ങളിലെ പശ്ചിമവാദങ്ങൾ 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലാണ് വരുന്നത്. തെക്കും വടക്കും 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിൽ വരുന്ന വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങൾ എവിടെ നിന്നും എവിടേക്കാണ് വീശുന്നത്?
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് വീശുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക്. അപ്പോൾ ആ ഒരു അക്ഷാംശത്തിൽ ഏതാ വരുന്നത്? ആഗോളമർദ്ദ മേഖല ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അവയാണ് പശ്ചിമവാദങ്ങൾ. അതുപോലെ തന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ധ്രുവീയവാദങ്ങൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ധ്രുവീയവാദങ്ങൾ വീശുന്നത്. അപ്പോൾ എവിടെയാണോ ഉച്ചമർദ്ദ മേഖല അവിടെ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പട്ടിക പൂരിപ്പിക്കാണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വാണിജ്യവാദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അടുത്തത് പശ്ചിമവാദങ്ങൾ എവിടെ നിന്നാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അടുത്തത് ധ്രുവീയവാദങ്ങളാണ്. ധ്രുവീയവാദങ്ങൾ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ITCZ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. PSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഉത്തര ദക്ഷിണ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർ ടോപ്പിക്കൽ കൺവർജൻസ് സോണാണ് ഈ ITCZ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖാ മേഖലയിലേക്ക് അല്ലെ, മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും കാറ്റ് വീശുന്നുണ്ട്. അത് തെക്കു നിന്നും വടക്കു നിന്നും വീശുന്നു അല്ലെ. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും നമ്മൾ പറഞ്ഞു. ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദവും വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തമ്മിൽ സംഗമിക്കുന്ന ആ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലാ പ്രദേശത്തെയാണ് ഇന്റർ ടോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന് പറയുന്നത്. രണ്ട് വാദങ്ങളും തമ്മിൽ കൂട്ടി മുട്ടുന്ന ആ ഒരു പ്രദേശത്തെ ആണല്ലേ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ് അത് കൂട്ടിമുട്ടുന്നത്. അവിടെയാണ് ഇന്റർ ടോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന് പറയുന്നത്. ITCZ. സൂര്യന്റെ അയനത്തിനനുസരിച്ച് ITCZ-ന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അതായത് സൂര്യന്റെ അയനത്തിനനുസരിച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് ITCZ കാണുന്നത്? എവിടെയാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ്. വാണിജ്യവാദവും വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തമ്മിൽ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെയാണ് ഇന്റർ ടോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന് പറയുന്നത്. അടുത്തത് കാലികവാദങ്ങൾ. അപ്പൊ സ്ഥിരവാദങ്ങൾ നമ്മൾ പറഞ്ഞു. വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ അല്ലെ. സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങളൊക്കെ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് കാലികവാദങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ എന്താണ് കാലികവാദം? നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയൊക്കെ എന്താണ്? അതുപോലെ തന്നെ ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത കടൽക്കാറ്റും കരക്കാറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ കടൽക്കാറ്റെന്നും കരയിൽ നിന്ന് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയുന്നു അല്ലെ. എവിടെയാണോ മർദ്ദം കൂടുതൽ അവിടെ നിന്നും ഇപ്പോൾ കടലിലാണ് മർദ്ദമെങ്കിൽ ഉച്ചമർദ്ദമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ എന്താണ്? പർവ്വത ചെരുവുകളിലേക്ക് വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. പകൽ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. അപ്പോൾ രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. പർവ്വതക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? രാത്രികാലങ്ങളിലാണ്. അടുത്തത് പകൽ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്.
അപ്പൊ പർവ്വതക്കാറ്റ് എന്താണ്, താഴ്വരക്കാറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അടുത്തത് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകൾ കാറ്റിന്റെ കാലികമായ ദിശാ വ്യതിയാനമാണ് മൺസൂൺ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കാറ്റിന്റെ കാലികമായ ദിശാ വ്യതിയാനമാണ് മൺസൂൺ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കാറ്റിന്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടെ ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിന്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ശൈത്യകാലത്ത് എന്താണ്? ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിന്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റിന്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വൻകര ഭാഗങ്ങളിലേക്ക് വീശുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. അതുപോലെ തന്നെ വൻകര ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്കാണ് വടക്ക് കിഴക്കൻ കാറ്റ് വീശുന്നത് അല്ലെ. ഈർപ്പരഹിതമായ കാറ്റാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തത് പ്രാദേശികവാദങ്ങൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ചില പ്രാദേശികവാദങ്ങളെ നോക്കാം. പ്രാദേശികവാദങ്ങൾ. ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു, അത് ഉഷ്ണക്കാറ്റാണ്. ഉഷ്ണക്കാറ്റാണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഇതൊക്കെ PSCക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കണേ. പ്രാദേശികവാദങ്ങൾ ലൂ ആണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു, അതിന് ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവുകളിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലാണ് ചിനൂക്ക് വീശുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്, വരണ്ട ഉഷ്ണക്കാറ്റ്. അടുത്തത് ഫൊൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലാണ് ഫൊൻ വീശുന്നത്. ഫൊൻ എവിടെയാണ് വീശുന്നത്? യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലാണ്. അതും എന്താണ്? വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. കൊടും ചൂടിന് ശമനമേകുന്ന ആണ് ഹർമാറ്റൻ. ഹർമാറ്റൻ. അപ്പോൾ ലൂ, ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ ഒക്കെ എന്താണ്? പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്താണ് അസ്ഥിരവാദങ്ങൾ. നമ്മളിതുവരെ പറഞ്ഞ സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്നവയാണല്ലേ. അടുത്തത് അസ്ഥിരവാദങ്ങളാണ്. സ്ഥിരമല്ലാത്തത്. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ ഗണത്തിൽ പെടുന്നതാണ്. ഇനി ചക്രവാദങ്ങൾ എന്തൊക്കെ നോക്കാം. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാദങ്ങൾ. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ.
ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപ സാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. അപ്പൊ എന്താ പറഞ്ഞത്? ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നുണ്ട്. അതിന് കാരണം എന്താണ്? കരയിലെ താപ സാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും അതുപോലെ തന്നെ കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫോൺസ്, വില്ലി വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കോയിൻസ്, ടൈഫൂൺ, വില്ലി വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് ഹരിക്കോയിൻസ്, ടൈഫൂൺസ്, വില്ലി വില്ലീസ്, ടൊർണാഡോ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് ഹരിക്കോയിൻസ്, ടൈഫൂൺസ്, വില്ലി വില്ലീസ്, ടൊർണാഡോ. അടുത്ത മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. അത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങൾക്ക് വ്യാപ്തി കൂടുതലാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങൾക്ക് വ്യാപ്തി കൂടുതലാണ്, പക്ഷേ വിനാശകാരികളല്ല. എന്നാൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് വ്യാപ്തി കുറവാണെങ്കിലും വിനാശകാരികളാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയുന്നു. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോവാൻ ഒരുപാട് ചാൻസ് ഉള്ളൊരു പോയിന്റ് ആണിത്. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുമാത്രമല്ല ചക്രവാതങ്ങളിലെ വായുപ്രവാഹമാണ് എതിർ ഘടികാര ദിശയിൽ. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളെ ദിശയിലാണ്? ഘടികാര ദിശയിലാണ്. ഇനി പ്രതിചക്രവാതം. ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് ചക്രവാതമാണ് അല്ലേ? ചക്രവാതം എന്ന് പറഞ്ഞാല് ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് പുറത്തു നിന്നും കാറ്റ് വീശുന്നതാണ്. അതായത് ചുറ്റുഭാഗവും ഉച്ചമർദ്ദ മേഖലകളാണ്, നടുവിലാണ് ന്യൂനമർദ്ദ കേന്ദ്രം. അപ്പൊ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുപാടിൽ നിന്നും കാറ്റ് വീശുന്നതാണ് ചക്രവാതം. ഇവിടെ നേരെ തിരിച്ചാണ്. ഉച്ചമർദ്ദ കേന്ദ്രം കേന്ദ്രം എന്ന് പറയുന്നത് ഉച്ചമർദ്ദമാണ്, ചുറ്റുപാടും ന്യൂനമർദ്ദമാണ്. അപ്പൊ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് കാറ്റുകളാണ് വീശുന്നത്. ഇതാണ് പ്രതിചക്രവാതം. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധങ്ങൾ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ കാറ്റ് വീശുന്നത്. അപ്പൊ ചക്രവാതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രതിചക്രവാതത്തിനുള്ളത്. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ കാറ്റ് വീശുന്നത്.
ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായു ചലനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. സൗരോർജത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത. സൗരോർജത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത. അന്തരീക്ഷ ആർദ്രതയുമായി ബന്ധപ്പെട്ട ചില പ്രധാന വസ്തുതകൾ നമുക്ക് നോക്കാം. ആർദ്രത ജലം ചൂടാക്കുമ്പോൾ നീരാവിയായി ഉയർന്നു പോകുന്നുണ്ട്. അതുപോലെ താപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുന്നു. സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുന്നു. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെയാണ് അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അതവിടെ അദൃശ്യമായി നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്നു. ഇങ്ങനെ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെയാണ് അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നത്. നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. അപ്പോൾ കേവല ആർദ്രത എന്ന് പറഞ്ഞാൽ നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതക്കും അനുസരിച്ച് അന്തരീക്ഷ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതക്കും അനുസരിച്ച് അന്തരീക്ഷ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. അതായത് ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതക്കും അനുസരിച്ച് അന്തരീക്ഷ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിനും ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായു അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് ശതമാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ആപേക്ഷിക ആർദ്രത ഈസ് ഈക്വൽ ടു കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജലാഗ്രഹണ ശേഷി ഇൻറ്റു 100. ഇങ്ങനെയാണ് വരുന്നത്. ആപേക്ഷിക ആർദ്രത ഈസ് ഈക്വൽ ടു കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജലാഗ്രഹണ ശേഷി ഇൻറ്റു 100. അടുത്തൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാംഗം എന്നും വിളിക്കുന്നു. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാംഗം എന്നും വിളിക്കുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെയാണ് ഘനീകരണം ആരംഭിക്കുന്നത്. എന്താണ് ഘനീകരണം? അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുന്നത്. എന്താണ്? അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാവുന്നത്. അതായത് ചെറിയ ചെറിയ പൊടി ജലാംശങ്ങൾ ഒന്നാകെ കൂടി ചേർന്ന് വലിയൊരു ജലകണികകളാകുമ്പോഴാണ് നമുക്കത് ദൃശ്യമാകുന്നത്. ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
തുഷാരം. തുഷാരം എന്ന് പറഞ്ഞാൽ രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് എന്താണ്? ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം. തുഷാരം എന്ന് പറഞ്ഞാൽ രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം. അടുത്തത് ഹിമം. ഹിമം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളില്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ എന്താണ്? തുഷാരത്തിന്റെ സ്ഥാനത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു തുഷാരം എന്ന് പറഞ്ഞു, അതിന്റെ സ്ഥാനത്ത് എന്താണ്? നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. അടുത്ത മൂടൽ മഞ്ഞ്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽ മഞ്ഞുണ്ടാകുന്നത്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽ മഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽ മഞ്ഞ് എന്നും കനത്ത മൂടൽ മഞ്ഞ് എന്നും തരംതിരിക്കാം. നേർത്ത മൂടൽ മഞ്ഞ് എന്നും കനത്ത മൂടൽ മഞ്ഞ് എന്നും എന്താണ്? മൂടൽ മഞ്ഞിനെ അതിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദൂരക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അടുത്തതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. മേഘങ്ങൾ എങ്ങനെയുണ്ടാകുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം വളരെ ചെറുതാണ്. 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ആകാശത്തെ വിവിധ തരം മേഘങ്ങൾ നമുക്ക് കാണാനാകും. മേഘങ്ങളെ അവയുടെ രൂപത്തിന്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായിട്ട് കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ആ സിറസ് മേഘങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഇതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു. ഈ മേഘങ്ങൾ എന്താണ്? ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു ആണ് ക്യുമുലസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് എന്ന് വിളിക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. എന്താണ് സാന്ദ്രമായ ജലകണികകൾ? എന്താണ്? സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഈ മേഘങ്ങൾക്ക് ഇരുണ്ട രൂപം കൈവന്നത്. ഇതാണ് നിംബസ് മേഘങ്ങൾ. അപ്പൊ മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണുന്നത്.
അപ്പോൾ ഈ മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ എന്താണ്? ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായിട്ട് ഒറ്റക്കൊറ്റക്കായിട്ട് ഇങ്ങനെ നമുക്ക് അപൂർവം സമയങ്ങളിലേ കാണാറുള്ളൂ. പല സമയത്തും എന്താണ് വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്നുള്ള അവസ്ഥയാണ് ദൃശ്യമാവുന്നത്. ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. അതായത് രണ്ട് മേഘങ്ങൾ കൂടി ചേർന്നാണ് പലപ്പോഴും നമ്മൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് രണ്ട് മേഘങ്ങളുടെ പേരുകൾ ഒന്നിച്ച് ചേർത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം മേഘങ്ങൾ എന്താണ്? സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പം ആർജിക്കുന്നതോടെ ജലകണിക മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. അതായത് തുടർച്ചയായ ഘനീകരണത്തിലൂടെ നമ്മൾ പറഞ്ഞു മേഘങ്ങൾ രൂപം കൊള്ളുന്നു പറഞ്ഞു. അത്രയും ചെറിയ ജലകണികകളായതുകൊണ്ടാണ് അതവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതെന്നും പറഞ്ഞു അല്ലെ. അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഘനീകരണ പ്രക്രിയ എങ്ങനെ ക്കുന്നതിലൂടെ എന്താണ്? മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു. ജലകണികകളുടെ വലുപ്പം കൂടി വരുമ്പോൾ എന്താണ്? അതിനവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത് താഴേക്ക് വീഴും. അപ്പൊ ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ വർഷണം എന്ന് വിളിക്കുന്നു. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ. അപ്പൊ ഈ വർഷണം വിവിധ രൂപങ്ങളിലായിട്ട്, അതായത് മഞ്ഞായിട്ടും മഴയായിട്ടും ആലിപ്പഴ വീഴ്ചയായിട്ടൊക്കെയാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപമാണ് മഴ. മഴ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം ഇനി അതിനൊരു ഡെഫിനിഷൻ വേണ്ടതില്ല അല്ലെ. അപ്പൊ ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തൊക്കെ എന്താണ്? അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം എന്താണ്? നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. അതായത് നന്നായിട്ട് തണുത്തിട്ടാണല്ലേ ആ പ്രദേശങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പരലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐസുകട്ടകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ഇതാണ് മഞ്ഞുവീഴ്ച. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നു. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകളെ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ ആലിപ്പഴ വീഴ്ച എന്ന് വിളിക്കുന്നു. അപ്പൊ മഴയുടെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മഞ്ഞുവീഴ്ച കൊടുത്തിട്ടുണ്ട്, ആലിപ്പഴ വീഴ്ച കണ്ട ഒരു കട്ടകളായിട്ട് വീഴുന്നതാണ് ആലിപ്പഴ വീഴ്ച. ഇനി നമുക്ക് വളരെ പരിചിതമായ ഒരു വർഷണ രൂപമാണ് മഴ അല്ലെ. മഴ എങ്ങനെയെല്ലാം നോക്കാം. കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വത പ്രദേശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ പർവ്വത മഴ എന്ന് വിളിക്കുന്നു. അപ്പൊ മഴ പലതരത്തിലുണ്ട്. കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവർഷത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വത മഴ എന്ന് വിളിക്കുന്നു. കാറ്റിന് അഭിമുഖമായ വർഷങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവർഷങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് എന്താണ് അവിടെ മഴ പെയ്യുന്നു, എന്നാൽ മറുവശത്തേക്ക് വരണ്ട കാറ്റ് മാത്രമാണ് പോകുന്നത്. അവിടെ മഴനിഴൽ പ്രദേശങ്ങളായി രൂപപ്പെടുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്നു. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഉഷ്ണകാലത്തൊക്കെ ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ മഴ ഉണ്ടാവാറുണ്ട്. സംവഹന പ്രക്രിയയിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന മഴയാണ് സംവഹന വൃഷ്ടി എന്നറിയപ്പെടുന്നത്. സാധാരണയായി ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്നത് എന്നതിനാൽ സംവഹന മഴയെ 4 മണി മഴ എന്നും വിളിക്കാറുണ്ട്. 4 മണി മഴ എന്നും സംവഹന മഴയെ വിളിക്കാറുണ്ട്.
ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി. ചക്രവാത വൃഷ്ടി. ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണവായും ശീതവായും സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനാൽ ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. അപ്പൊ വാതമുഖ മഴ എന്ന് വിളിക്കുന്നത് ചക്രവാത വൃഷ്ടിയെയാണ്. ചക്രവാത വൃഷ്ടിയെയാണ് വാതമുഖ മഴ എന്ന് പറയുന്നത്. ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും നിലനിർത്തുന്നത് സൂര്യനാണെന്ന് നമുക്കറിയാം. അതുപോലെ ഭൂമിക്ക് ഒരു സ്വാഭാവിക താപ സന്തുലന സംവിധാനവും ഉണ്ട്. അന്തരീക്ഷത്തിന്റെ ഘടക സംരചനയിൽ ത്വരിത മാറ്റം ഉണ്ടാക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ താപ സന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. സ്വാഭാവികവും മനുഷ്യജന്യവുമായ കാരണങ്ങൾ കൊണ്ട് ആഗോള വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് വരും അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അശാസ്ത്രീയവും പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്തതുമായ മനുഷ്യ ഇടപെടലുകൾ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിന്റെ ലോല സന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അടുത്തത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. ഇതെന്താണ്? മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. മണിക്കൂറിൽ എത്ര സെന്റിമീറ്ററാണ്? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘസ്ഫോടനം കാരണമാണെന്ന് കണക്കാക്കുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ 3 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.